എല്ലാവർക്കും നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ സ്വരാക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വേർഡ്സ് എല്ലാം പഠിച്ചു. ഇന്ന് നമുക്ക് വവൽസ് കഴിഞ്ഞ് അടുത്തത് കൺസണൻസ് ആണ്, വ്യഞ്ജനാക്ഷരങ്ങൾ. കാ തൊട്ട് ഹാ വരെയുള്ള അക്ഷരങ്ങൾ നോക്കാം. ഫസ്റ്റ് ആദ്യം ഞാൻ കചടതപ എന്നുള്ളത് ഓർക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച ആ ലെറ്റേഴ്സാണ് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. കമൽ, കട്ഹൽ, കലം, കവൽ. കവൽ പുതിയ വാക്കാണ് എല്ലാവർക്കും. കവൽ എന്ന് പറഞ്ഞാൽ മോഴ്സൽ എന്നാണ്, ഉരുള. ചകൈ, ചകൈ ഈ വേളിങ് ടോയ് ലൈക്ക് പുള്ളി എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് പമ്പരം പോലെയുള്ള ഒരു ടോയാണ്. ചമൻ ഉപവനാണ്. ഉപവൻ ഗാർഡൻ ആണെന്നറിയാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചമർ യാക്ക്, വയ്യേക്ക് യാക്ക്. ചരൺ ഫുട്ട്, ലെഗ്. ടഗർ, ടഗർ ബോറാക്സ് ആണ്, പൊൻകാരം. സാൻഡ് ബാങ്കിനും അതായത് മണൽത്തിട്ടയ്ക്ക്, മൺതിട്ടയില്ലേ പുഴയുടെയൊക്കെ അരികിലുള്ള, അതിന് ടഗർ എന്ന് പറയുക. ടബ്, ടബ് ഒരു ഹാങ്ങിങ്. നമ്മൾ സാധാരണ ആ വേർഡ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടബ് എന്ന് പറഞ്ഞാൽ വെള്ളം കോരി വയ്ക്കുന്ന ആ ഒരു വെള്ളം കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടബാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് മുകളിൽ നിന്ന് തൂക്കിയിടുന്ന ഒരു ഹാങ്ങിങ് ലാമ്പിനും നമ്മൾ ടബ് എന്നാണ് ഹിന്ദിയിൽ പറയുക. ടഭക്, ടഭക്ക്, ടസക്ക്. ഇത് രണ്ടും പെയിൻ, വേദന എന്നാണ് അർത്ഥം. തൈക്ക്, തൈക്ക് കോബ്ലറാണ്. തൻ ബോഡി, തപൻ സൺ എന്നർത്ഥമുണ്ട്, ജാസ്പർ എന്നർത്ഥമുണ്ട്, ബേണിംഗ് എന്നർത്ഥമുണ്ട്. തട് ബാങ്ക്, റിവർ ബാങ്കിനെയാണ് തട്. നദീ തട് എന്ന് കേട്ടിട്ടില്ലേ. പൺ, പണ്ണ് പറഞ്ഞാൽ ഈ ഓൾഡ് കോപ്പർ കോയിനെ പണ്ണ് പറയും. അതുപോലെ ബെറ്റ് വെക്കുന്നതിന് പണ്ണാണ്. പാഞ്ചാലിയൊക്കെ പണയം വെച്ചു എന്ന് പറയില്ല, അതിന് പണ്ണെന്ന് പറയുക, പന്തയം വയ്ക്കുക. പർ വിങ്ങാണ്. അതുപോലെ ഒരു പ്രിപ്പോസിഷനാണ് ഓൺ എന്നുള്ള. മേസ്പർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പഠൻ, പഠൻ റീഡിംഗ് ആണ്. പഗ് സ്റ്റെപ്പ്, ഫുട്ട്, ലെഗ്. കടക്, കാസെ കടക്, കട്വത്ത്. രണ്ട് വേർഡ് ഞാൻ എഴുതിയിട്ടുള്ളൂ. കടക് എന്ന് പറഞ്ഞാൽ ആർമി എന്നർത്ഥമുണ്ട്. അതുപോലെ ചെറിയ കുന്നും പ്രദേശത്തിനെ കടക് എന്ന് പറയുക. ഗോൾഡ് എന്നർത്ഥമുണ്ട്. അതുപോലെ മിഡിൽ ഓഫ് ദ മൗണ്ടൻ, അതും കടക്കാണ്. കട്വത്ത് എന്ന് പറഞ്ഞാൽ ട്രഫാണ്, TROUGH, ട്രഫ്, മരത്തോണി എന്ന് പറയും. ഖരഗ് സംസ്കൃത വേർഡാണ്, അത് തദ്ഭവ ശബ്ദമാണ്. തദ്ഭവ ശബ്ദം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ട് കുറച്ച് മാറ്റങ്ങളോടുകൂടിയുള്ള വേർഡിനെയാണ് തദ്ഭവ ശബ്ദം എന്ന് പറയുക. ഖരഗ്, ഖഡ്ഗ് എന്നുള്ള വാക്കിൽ നിന്ന്, സംസ്കൃത ശബ്ദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഖരഗ്. ഇനി അടുത്ത് നോക്കുക. ഈ ഖത്ത് ആണ് നമ്മൾ പണ്ട് മുതലേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ ഖത്ത് എന്നുള്ളതിന്. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇതിനൊരു അടിയിലൊരു കുത്തുണ്ട്. ഇത് അറബി പുല്ലിംഗ ശബ്ദമാണ് ഖത്ത്. ഈ ഖത്താണ് ലെറ്റർ, സൈൻ, എ ലൈൻ. ഇങ്ങനെ 3 മീനിങ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഈ ഖത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുക. എ വൂണ്ട്. ഇത് എൻ്റെ ഒരു ഫോളോവർ എന്നോട് സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ മീനിങ് ഒന്ന് എഴുതി വയ്ക്കുമോ മിസ്സേ എന്ന്. അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ വരെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. എനിവേ, താങ്ക്സ് ഫോർ യുവർ സജഷൻസ് ആൻഡ് കോംപ്ലിമെൻറ്റ് വൺസ് അഗെയിൻ. നെക്സ്റ്റ്, ഇപ്പോൾ ഈ ഖത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ എന്ത് അബദ്ധമാണ് പഠിച്ചതെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും. ഈ ഖത്തും തമ്മിലുള്ള ഈ ഒരു കുത്തിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഗഗൻ, ഗഗൻ സ്കൈ ആണ്. ഗജ് എലിഫൻറ്റ്. അതുപോലെ തന്നെയാണ് ഈ വേർഡ് രണ്ടും നോക്കുക. ഈ ഒരു കുത്തിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ ഗജ്, ഇതിനെ ഉച്ചരിക്കുന്നത് ഗസ് എന്നാണ്. അതായത് സെഡിൻ്റെ പ്രൊനൗൺസിയേഷനാണ് ഗസ്. ഇത് മെഷർ ഓഫ് 3 ഫീറ്റിനെയാണ് ഈ ഗസ്. ഒരളവാണ്, ഒരു മെഷർമെൻ്റാണത്. അതുപോലെ ഗൗ എന്ന് പറഞ്ഞാൽ ഗായ്. ഇതും തദ്ഭവ ശബ്ദമാണ്. സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഗൗ, കൗ ആണ്, COW, കൗ. ഘർ, ഹൗസ്. ഖഡ്, ഖഡിന് ഹാർട്ട്, ഹൃദയം, മൺകുടം, അതുപോലെ നമ്മുടെ ശരീരം എന്നർത്ഥമുണ്ട്. പിന്നെ വെർബായിട്ട് വരികയാണെങ്കിൽ ഖഡ്ന, കുറയുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അതുപോലെ ഖമർ, ഖമർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓഫ് എ ബിഗ് ഡ്രം ആണ്. ഖൻ, ഈ ഖൻ അതുപോലെ തന്നെ ക്ലൗഡാണ്, മേഘമാണ്. ഈ ങ എന്നുള്ള ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ങ, ഇത് സംസ്കൃതത്തിൽ ശിവൻ, അതുപോലെ സെൻഷ്വാലിറ്റി എന്നർത്ഥമുണ്ട്. ഇത് നിങ്ങളതൊന്നും പഠിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? പഠിക്കണമെങ്കിൽ അടുത്ത ചവർഗം നോക്കാം. ശകർ, ശകർ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ലാർക്കാണ്. ലാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി. അതുപോലെ ചകൈ എന്ന് പറഞ്ഞിരിക്കുന്നത്
നമ്മൾ ടോയ് ആണെന്ന് പഠിച്ചു ഇല്ലേ. ഇവിടെ ചകോരപക്ഷി എന്ന് മലയാളത്തിൽ കേട്ടിട്ടുണ്ടോ? അതാണ് ചകർ, ചകൈ, ടോയ്. അതുപോലെ ഛഗൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കൗഡങ്ങിനെയാണ്, ചാണകം. ഈ ഛഗൺ എന്നുള്ള ഈ നായുടെ സ്ഥലത്ത് നാ വന്നാൽ ഛഗൻ എന്നാണെങ്കിൽ ഹിന്ദിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കുന്നതാണ് ഛഗൻ. അതുപോലെ ഛഗൽ എന്നാണെങ്കിൽ ഒരു നീല നിറമുള്ള വസ്ത്രം, ആട് എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ആടുകൾ ഒരുപാടുള്ള പ്ലെൻറ്റി ഓഫ് ഗോഡ്സ് ഉള്ള സ്ഥലത്തിനും നമ്മൾ ഛഗൽ എന്ന് പറയും. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഛഗൺ, ഛഹ്, ഛഹ് 6 ആണ്. ജൽ വാട്ടർ, ജഗ് ആളുകൾ എന്നർത്ഥമുണ്ട്, ജനങ്ങൾ എന്നർത്ഥമുണ്ട്, വേൾഡ് എന്നർത്ഥമുണ്ട്, എർത്ത് എന്നർത്ഥമുണ്ട്. അതുപോലെ കുറേ വേർഡ്സ് ഉണ്ട് ജാ ചേർത്ത്. നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്നത് ജൽ, ജഗ് എന്നൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജഗ് ഇംഗ്ലീഷിലെ JUG ജഗ്ഗാണ് അന്ന് മീനിങ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരെല്ലാം പഠിക്കും, കുറച്ച് പേരെങ്കിലും. കുറച്ച് പേര് അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവരിപ്പോൾ ജാ ചേർത്തൊരു വാക്കുണ്ടാക്കാൻ പറഞ്ഞാൽ ജഗ് എന്ന് എഴുതാൻ പഠിക്കണം. ഇപ്പോൾ ജാ കഴിഞ്ഞ് ഡാഷ് ഇട്ടാൽ ഈ ഗാ എഴുതാൻ പഠിക്കണം, അല്ലെങ്കിൽ ഡാഷ് ഗാ എന്ന് എഴുതിയ ജാ എഴുതാൻ പഠിക്കണം. അതൊക്കെയാണ് അവരുടെ ഒരു വാല്യുവേഷന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഝലക് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് ആണ്, പ്രകാശം. ഇവിടെ ഝർ, സ്ട്രീം. നമ്മൾ ഝർന എന്ന് പഠിച്ചിട്ടുണ്ട് പണ്ട്, ടെക്സ്റ്റിൽ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഈ നായ്ക്ക് ദീർഘം ഉള്ളതുകൊണ്ടാണ് ഞാൻ വോവൽ സൈൻ ഇല്ലാത്ത വേർഡ് എടുത്തത്. ഇനി ഞാ എന്നുള്ള അക്ഷരത്തിന് മാത്രം എത്ര അർത്ഥമുണ്ടെന്ന് നോക്കാം നമുക്ക്. ഗാനം എന്നർത്ഥമുണ്ട്, ഗായകൻ എന്നർത്ഥമുണ്ട്. സംസ്കൃതത്തിലെയാണത്, ഹിന്ദിയിലെ അല്ല. ടാസെ, ടൽ, ടബ്. ടബ് നമ്മൾ പഠിച്ചു കജടതബയിൽ. ടബ് വെള്ളം സംഭരിക്കാൻ ഉപയോഗിക്കുന്ന ടബാണ്, ഇംഗ്ലീഷ് വേർഡ് TUB, ടബ്. ടൽ കൺഫ്യൂഷൻ, പരിഭ്രമം, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഒരു ഡിലമേലാകപ്പെടുന്ന അവസ്ഥയ്ക്കാണ്. ടഹർ രസോയി, രസോയിഖർ കിച്ചൻ. ടഗ് എ ചീറ്റ്, റോബർ. ഡഫ് എ കൈൻഡ് ഓഫ് ഡ്രം. ഡഗ് ഫുഡ് സ്റ്റെപ്പാണ്, ഫുട്ട് സ്റ്റെപ്പ്, രണ്ടും ഡിഫറെൻറ്റ് വേർഡാണ്. ഡബൽ കോപ്പർ കോയിനാണ്. ഠം ഠം സൗണ്ട് ഓഫ് എ ഡ്രം. ഠജർ പെർപ്ലെക്സിറ്റി, ഫ്രെയിം വർക്ക്, ഒരു മോൾഡ്, അതായത് ഒരു ഫ്രെയിം വർക്കിന് ആണ്. പിന്നെ ഈ പെർപ്ലെക്സിറ്റിയുടെ മീനിങ് അറിയാമോ? ഡിക്ഷണറി നോക്കിയെല്ലാം മനസ്സിലാവും ഇല്ലേ. നെക്സ്റ്റ് ഈ ണ സംസ്കൃതത്തിൽ ഈ ഒറ്റ അക്ഷരത്തിന് തന്നെ പല മീനിങ് ഉണ്ട്. നിശ്ചയം, ജ്ഞാനം, നോളജ്, പ്രൈസ്, ഗിഫ്റ്റ്, ഡിസിഷൻ, ശിവൻ. പിന്നെ ഗുണരഹിതമായ, അതുപോലെ ഡിവോയ്ഡ് ഓഫ് ക്വാളിറ്റീസ് എന്നുള്ള അർത്ഥമുണ്ട് വിശേഷണമായിട്ട് വരുമ്പോൾ. ഇത്രയും മീനിങ് ഈ ണയ്ക്കുണ്ട്. മനസ്സിലായി കാണും. ഇനി താ നോക്കുക. താ ഗ്രൂപ്പിൽ താ, തൻ, ബോഡി. തപസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തപസ് എന്നുള്ള മലയാളം മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ സൺ, മൂൺ, ബേർഡ് എന്നും കൂടി അർത്ഥമുണ്ട്. അതുപോലെ ധർ എന്നാണെങ്കിൽ ഡെൻ ഓഫ് എ ലയൺ എന്നാണ്, ലയണിൻ്റെ താമസ സ്ഥലം, ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് എ ലയൺ. ധവൈ, ധവൈ എന്ന് പറഞ്ഞാൽ കൽപ്പണിക്കാരൻ, മെയ്സൺ. ദസ് 10. ദർ പിറ്റ്, കേവ്, കൊഞ്ച്. കൊഞ്ച് എന്ന് പറഞ്ഞാൽ ശംഖ്. അതുപോലെ പിറ്റ് കുഴി, കേവ് ഗുഹ. ധൻ വെൽത്ത് ആണ്. ഈ ധ ഉപയോഗിച്ച് അധികം ഇതുപോലെ വവൽ സൈൻസ് ഇല്ലാത്ത വേർഡ്സ് കുറവാണ്, വളരെ കുറവാണ്. ധൻ വെൽത്ത്. ഈ ധ എന്നുള്ള വാക്കിനും അക്ഷരത്തിന് മാത്രവും വെൽത്ത് എന്ന അർത്ഥമുണ്ട് കേട്ടോ. ധജ് ബ്യൂട്ടിഫുൾ ഷേപ്പ് എന്നാണ്. സജ് ധജ് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റഡ് എന്നാണ് അർത്ഥം. അപ്പോൾ സജ് ധജ് വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നത്. നർ എ മെയിൽ മാൻ. നൽ ടാപ്പ്. ഈ പണസ് ജാക്ക് ഫ്രൂട്ടാണ്. നമ്മൾ കട്ഹൽ ജാക്ക് ഫ്രൂട്ട് പഠിച്ചു, അതിന് വേറൊരു വേർഡും കൂടെ. പച്പൻ 55 ആണ് പച്പൻ. അതുപോലെ ഫൽ ഫ്രൂട്ട്, ഫൺ. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് കണ്ടിരിക്കുന്നത് ഫൻ എന്നാണ്, നായാണ് കൊടുത്തിരിക്കുന്നത്. ഫൺ എക്സ്പാൻഡഡ് ഹുഡ് ഓഫ് എ സ്നേക്ക് ആണ്. ബഹൻ സിസ്റ്റർ, എല്ലാവർക്കും അറിയാം. ബഗ് എന്ന് പറഞ്ഞാൽ വഗ്, ബഗ്, രണ്ടിനും മീനിങ്. ക്രെയിൻ, ഹെറോൺ, കൊക്ക് എന്നാണ് അർത്ഥം മലയാളത്തിൽ. ബച്പൻ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. ഫഡ്, നമ്മൾ ഭട് എന്നുള്ളതിന് സോൾജിയർ എന്നർത്ഥമുണ്ട്. ഭരത് ശ്രീരാമൻ്റെ ബ്രദറാണ് ഭരത്. ഭരത ശത്രുഘ്നന്മാർ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി മകർ എന്നുള്ള അർത്ഥത്തിന് മകർ. മകർ ഫിഷ്, ക്രോക്കഡൈൽ. മരുത് എ മാൻ. ഈ മകറിനെ കുറിച്ച് സംശയം ചോദിച്ചിരുന്നല്ലോ ശ്രേയ. അപ്പോൾ മകരാലയ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ പര്യായപദമാണ്. മകരകേതു എന്ന് പറഞ്ഞാൽ കാമദേവനാണ് മകരകേതു. പിന്നെ നമുക്ക് മകരമാസം ഇല്ലേ, അതായത് നെയിം ഓഫ് ദ 10th സൈൻ ഓഫ് സോഡിയാക്കാണ്. പിന്നെ അടുത്തത്
അതുപോലെ ഫ്ലാഗ് ഓഫ് കാമദേവൻ അല്ലെങ്കിൽ ക്യുപ്പിഡും ഈ മകര് തന്നെയാണ്. മകരം, ഇവിടെ മത്സ്യം എന്നുള്ള അർത്ഥമാണ് ഈ ക്യുപ്പിഡിൻ്റെ ഫ്ലാഗിൽ കാണുന്ന ഇത്. മരുത് മാൻ. സംശയം തീർന്ന് കാണുമല്ലോ, സന്തോഷമായി കാണുമല്ലോ അല്ലേ. ഇനി വേറെ മായയ്ക്ക് ശിവൻ എന്നർത്ഥമുണ്ട്, വിഷ്ണു എന്നർത്ഥമുണ്ട്, ബ്രഹ്മ എന്നർത്ഥമുണ്ട്, ചന്ദ്രൻ, യമൻ എന്നൊക്കെ അർത്ഥമുണ്ട്, സമയം എന്നർത്ഥമുണ്ട്, പോയിസൺ എന്നർത്ഥമുണ്ട്. അതുപോലെ ഇനി അർത്ഥങ്ങളുണ്ട്, ഇത് തന്നെ ധാരാളമാണ് അല്ലേ. അതുപോലെ പായ്ക്കും ഇപ്പോൾ സംസ്കൃത വിശേഷണമായിട്ട് പാ എന്നുള്ള അക്ഷരം മാത്രം എടുക്കുമ്പോൾ നമുക്ക് ഡ്രങ്കൺ മാൻ എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അത് പുല്ലിംഗമായിട്ട് വരുമ്പോൾ പേപ്പർ, ഇല, വായു, അണ്ടം, എഗ്ഗ് ഇങ്ങനെയുള്ള മീനിങ് എല്ലാം ഉണ്ട് പായ്ക്ക്. മനസ്സിലായോ? അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും അതുപോലെ ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഇവിടെ ഈ അക്ഷരങ്ങളും അതിൻ്റെ മീനിങ്ങും എങ്കിലും കാണാതെ പഠിക്കണം. അതുപോലെ ചില വാക്കുകൾ ഞാൻ 2 മീനിങ് ഉള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ തന്നെയുണ്ട്. പര്യായവാചി ശബ്ദം അത് നിങ്ങൾ കണ്ടുപിടിച്ച് പര്യായപദങ്ങളായിട്ടിപ്പം ഉപവൻ എന്ന വാക്കിന് ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന വേർഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതണം. അതൊക്കെ ഹോംവർക്കായിട്ട് ചെയ്യണം കേട്ടോ, അത് ഞാൻ പറയാം. യാ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി യായിൽ യശ്, യവക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. യശ് എന്ന് പറഞ്ഞാൽ ഫെയിം, കീർത്തി. യവക് ബാർലിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും ബാർലി എന്ന് പറഞ്ഞാൽ. ഇനി രഹർ പൾസാണ്. രഥ് ചാരിയറ്റ്, വെഹിക്കിൾ, ബോഡി, ഫുഡ്, ക്യാരേജ്. ഇത്ര അർത്ഥമുണ്ട് രഥത്തിന്. നമ്മൾ രഥ എന്ന് എഴുതാൻ പഠിച്ചാൽ മതി, ഏതെങ്കിലും ഒരു മീനിങ് പഠിക്കുക. രഥ് ടീത്താണ്. ദന്ത് ടീത്തിൻ്റെ വേറൊരു ഹിന്ദി വേർഡാണ് ദന്ത്. ദന്തം തദ്ഭവ ശബ്ദമാണ് ടീത്ത്. ലസ് പുതിയ വാക്കാണല്ലേ, ലസ് പഠിച്ചിട്ടുണ്ടോ? ലസ് ഗമ്മാണ്. ലട്ട് തീഫാണ്. ഈ തീഫിന് ഞാൻ വേറൊരു റോബർ എന്നുള്ളൊരു വാക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരേ മീനിങ് ആയതുകൊണ്ട് പര്യായവാചി ശബ്ദമായിട്ട് എഴുതാം. വഗ്, ക്രെയിൻ, ഹെറോൺ. ബഗ് എന്ന് തന്നപ്പോൾ ഈ മീനിങ് തന്നെയാണ് പറഞ്ഞത്. ബഗ് എന്നൊരു അസുരൻ്റെ പേരാണ് ബഗാസുരൻ. ഇവിടെ വാക്ക് ബഗ്, രണ്ടും പര്യായവാചി ശബ്ദമായിട്ട് എഴുതാം. ഈ വരട്ട്, വരട്ട് വാസ്പ്, സ്വാൻ, അതുപോലെ തന്നെ എ സീരിയൽ, നെയിം ഓഫ് എ കൈൻഡ് ഓഫ് ഫ്ലവർ എന്നൊക്കെ അർത്ഥമുണ്ട് വരട്ടിന്. നിങ്ങൾ ഏതെങ്കിലും ഒരു മീനിങ് പഠിച്ചാൽ മതി. ഇത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ രായ്ക്ക് മാത്രമായിട്ട് അത് ഇന്ദ്രൻ, കാമം, സ്വർണം, നിറം, ശബ്ദം എന്നൊക്കെ അർത്ഥമുണ്ട്. ല എന്ന അക്ഷരത്തിന് മാത്രമായിട്ട് ഇന്ദ്രൻ, ഭൂമി എന്നർത്ഥമുണ്ട്. അതുപോലെ വായു, വരുണൻ, വസ്ത്രം, വാസസ്ഥലം, അതായത് ബാണം, സമുദ്രം, വെള്ളം എന്നൊക്കെ ഈ വാ എന്നുള്ള അക്ഷരത്തിന് മാത്രം അർത്ഥമുണ്ട്. നമുക്ക് നോക്കുക. ഷാ എന്ന് പറഞ്ഞാൽ അറിയാം, അതിന് പ്രത്യേകിച്ച് സംസ്കൃതത്തിലൊന്നും മീനിങ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ശത്, ശലഭ്, ശാസെ. ശത് എന്ന് പറഞ്ഞാൽ 100 എന്നാണ്. ശലഭ് മോത്ത്, ഫ്ലൈ, MOTH മോത്ത്, ഫ്ലൈ എന്നർത്ഥമുണ്ട് അല്ലേ. ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലേ. ഷഡ് എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇത് ഉപസർഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഷഡ് പദ്. ഈ പദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കാല് എന്നാണ്. ഷഡ് 6. അപ്പോൾ ഇവിടെ ഉപസർഗമായിട്ട് വന്നു. ഇവിടെ ഉപസർഗം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഉപസർഗം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രിഫിക്സ് ഇൻ ഇംഗ്ലീഷ്. സോ ഷഡ് പദ്, an insect which has 6 legs, that is in ഷഡ് പദ്. ഇനി സരട്ട് ലിസാർഡാണ്. ലിസാർഡ് അറിയാലോ. സർസട്ട് എന്നുള്ളത് ചിലർ സത് സഡ് എന്നും പറയുന്നുണ്ട്. സത് സഡ് എന്ന് പറഞ്ഞാൽ ചിലർ സഡ് സഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ 67 സർസട്ടാണ്. സർ എന്ന് മാത്രം പറഞ്ഞാൽ മുഖ്യൻ എന്നുള്ള അർത്ഥമുണ്ട്. ചീഫ്, ഹെഡ് എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഹെഡാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹൽ പ്ലവ് ആണ്, PLOUGH, പ്ലഫ്. ഹജാം, ഹജാം എ ബാർബറാണ്. ഇവിടെ നോക്കുക, ഈ കുത്തുണ്ട്. ഹസാർ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഹസാർ, ഹജാം, ഹസാർ. ഹസാർ മീൻസ് 1000. ഹജാം മീൻസ് എ ബാർബർ. ഹൽ എ പ്ലഫ്. മനസ്സിലാവുമെന്ന് വിചാരിക്കും. ഇനി ഹോംവർക്ക് പറയാം. ക്രെയിൻ, ജാക്ക് ഫ്രൂട്ട്, ഗാർഡൻ, ഫുഡ്. ഈ വാക്കുകൾക്ക് 2 ഹിന്ദി വേർഡ് വെച്ച് എഴുതുക. അതുപോലെ 6, 6, 67, 10, 100, 1000 ആൻഡ് 55 ഇവരുടെ ഹിന്ദി വേർഡ് കണ്ടുപിടിച്ച് എഴുതുക. അതുപോലെ തന്നെ കവർഗത്തിലെ ക, ശവർഗത്തിലെ ച എല്ലാം ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഓരോ വേർഡ് വെച്ച് എഴുതുക. അവയുടെ മീനിങ്ങും എഴുതുക. ഇത്രയും മതി ഇന്ന് ഹോംവർക്ക്. പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വേർഡ്സ് ഒന്നും ഒരു ദിവസം കൊണ്ട്, ഞാൻ day 1 day 2 എന്ന് പറഞ്ഞെങ്കിലും
നമുക്ക് കുറേ ദിവസം വേണം ഇത് പഠിക്കാനായിട്ട്. സ്കൂളിലാണെങ്കിൽ 4 വേർഡൊക്കെ ഒരു ദിവസം പഠിപ്പിക്കത്തുള്ളൂ. നിങ്ങൾക്ക് സമയമെടുത്ത് പഠിച്ചാൽ മതി. എനിവേ യു ക്യാൻ കീപ് ദിസ് ആൻഡ് ഫീഡ് ദിസ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. കോംപ്ലിമെൻറ്റിനും അതുപോലെ സജഷൻസിനും എല്ലാം നന്ദി. പിന്നെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. താങ്ക്സ് ഒക്കെ അതിൽ കൂടെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് ഇത്രയും റെസ്പോൺസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിവേ താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ റെസ്പോൺസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീണ്ടും കാണാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചു നിർത്തട്ടെ. താങ്ക്സ് എ ലോട്ട് വൺസ് അഗെയിൻ.